എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം സച്ചി സ്റ്റേഷനിൽ തന്നെയുണ്ട്. അങ്ങോട്ടേക്ക് നന്ദു വരുന്നു. അന്നേരം ചോദിക്കുന്നുണ്ട്, കേസ് ജയിച്ചോ, എങ്ങനെയായി കോടതിയിൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം നന്ദു ഇങ്ങനെ ഒന്നും മിണ്ടാതെ കുറച്ച് നേരം നോക്കി നിൽക്കുവാണേ. എന്നിട്ട് അയാളുടെ മനസ്സിൽ എന്നാ സന്തോഷമാണ്, കേസ് തോറ്റു കാണുമെന്നായിരിക്കും മനസ്സിൽ വിചാരം. ഏതായാലും അങ്ങനെ തന്നെ പറഞ്ഞേക്കാം എന്നോർത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയും, അതെ കേസ് തോറ്റു എന്ന്. അങ്ങനെ അയ്യോ കേസ് തോറ്റോ, എന്നിട്ട് അനിയെ റിമാൻഡ് ചെയ്തോ അതോ എല്ലാവരെയും റിമാൻഡ് ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ച് ചോദിച്ചിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ സന്തോഷിക്കുവാണേ, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അന്നേരം നന്ദു മനസ്സിലോർക്കുന്നുണ്ട് അയാൾ ഇത്തിരി അങ്ങ് സന്തോഷിക്കട്ടെ എന്ന്. എന്നിട്ട് ഇത്രയും ചോദിച്ചിട്ട് എന്താ നന്ദു ഒന്നും മിണ്ടാത്തെ, എന്തെങ്കിലും പറ എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അനിയെ റിമാൻഡ് ചെയ്തില്ല, ആരെയും റിമാൻഡ് ചെയ്തില്ല എന്ന് പറയും. അന്നേരം പിന്നെ എന്തായിരുന്നു വിധി എന്ന് ചോദിക്കുമ്പോൾ, അല്ല അവരെയെല്ലാം നിരപരാധികളാണ് എന്ന് കണ്ടെത്തി വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു, ആനന്ദപുരിക്കാർ കുറ്റവിമുക്തരായി എന്ന് പറയുന്നത് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണേ. അന്നേരം നന്ദു പറയുന്നുണ്ട്, സാറിന്ന് കോടതി വന്നില്ലല്ലോ, വന്നായിരുന്നെങ്കിൽ അറിയാമായിരുന്നു അനാമികയുടെയും അവളുടെ അച്ഛൻ്റെയും ജീവിതം എന്തായിരുന്നു, അവരേതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എന്നൊക്കെ. ഏതായാലും അനന്തപുരിക്കാർ കുറ്റവിമുക്തരായി. അത് കോടതിയിൽ നിന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായി സന്തോഷമുണ്ടല്ലോ സാറേ, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് കൂട്ടി പറയുക കേട്ടോ നന്ദു. ശരിക്കും സച്ചിക്ക് വിഷമമാകാൻ വേണ്ടി തന്നെ. സച്ചി പറയുന്നുണ്ട്, ഏതായാലും എനിക്ക് സന്തോഷമായി, ഞാനും ആകെ വിഷമിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കള്ളമാണെന്ന് നന്ദുവിനറിയാലോ, അതുകൊണ്ട് എന്നാൽ ശരി സാറേ എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോവാണ്. പോയിക്കുമ്പോൾ ആകെ വിഷമിച്ചിരിക്കുവാണ് സച്ചി. അന്നേരം അങ്ങോട്ടേക്ക് സക്രിയ വരും. എന്നിട്ട് എന്താ സാറേ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല അല്ലേ, അതിൻ്റെ സന്തോഷം നന്ദു മേഡത്തിൻ്റെ മുഖത്തുണ്ട്. ഇങ്ങോട്ട് വന്നിറങ്ങിയ ഒരു വരവ് കാണണം, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയില്ലെന്നേ ഉള്ളൂ, അത്രയ്ക്ക് സന്തോഷമായിരുന്നു. ആ പയ്യൻ മേഡത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് സക്രിയ പറയും. അന്നേരം സച്ചി പറയുന്നുണ്ട്, ഞാനുമായിട്ട് വിവാഹ നിശ്ചയം നടത്താൻ പോകുന്ന പെൺകുട്ടിയാണ് നന്ദു, ആ പെൺകുട്ടിയെക്കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞുകൊണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയുമ്പം, അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ, അല്ലെങ്കിൽ ശരിയാകുകയില്ല, ഒന്ന് കരുതിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സക്രിയ അങ്ങ് പോവും. ഏതായാലും സച്ചി ഭയങ്കര സങ്കടത്തിലാണ്. പിന്നെ കാണിക്കുന്ന കനകയാണ്. കനക വീടൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. വിവാഹ നിശ്ചയമല്ലേ, ചെറിയ രീതിയിൽ വീട്ടിൽ വെച്ച് തന്നെ കേട്ടോ. അതുകൊണ്ട് ഹാളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നയനയും നവ്യയും കൂടെ വരും. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അന്നേരം സച്ചിയെ പറ്റിയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം നന്ദു എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ്. അന്നേരം കനക പറയും, അവൾ നിശ്ചയമായിട്ടും വീട്ടിലിരിക്കുന്നില്ല, ഓരോ സ്ഥലത്തോടെ കറങ്ങി നടക്കുക എന്ന് പറയുമ്പം അവൾക്ക് ആകെ വിഷമമാണ്. സച്ചിയായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പം അവൾക്ക് എന്തോ ആ ആളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവൾ സച്ചി എന്തോ ഫ്രോഡാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, അവൾക്ക് വേറെ ആരെയും ഇഷ്ടപ്പെടുകയില്ല, അതിന് കാരണമുണ്ടെന്ന് നിനക്കറിയാലോ, സച്ചിമോൻ എന്നെ പാവമാണെന്നറിയോ, ഞങ്ങളോടൊക്കെ എന്നാ സ്നേഹമാണെന്ന് അറിയാവോ എന്നൊക്കെ പറഞ്ഞ് എന്നും പറയുന്ന രീതിയിൽ അങ്ങ് പൊക്കി പറയുക. അന്നേരം ഗോവിന്ദനും പറയുന്നുണ്ട്, അയാൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, നല്ലൊരു പയ്യനാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഈ വിവാഹ നിശ്ചയം നടക്കട്ടെ എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ നന്ദുവിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞാലെങ്കിലും അനിയയുടെ ചിന്തകളിൽ മാറ്റം ഉണ്ടാകട്ടെ എന്ന്. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അനിയയുടെ വിവാഹം കഴിഞ്ഞിട്ടും അവൻ്റെ മനസ്സിൽ നിന്ന് നന്ദു പോയില്ലായിരുന്നു, പിന്നെ ഇനി പോകുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഗോവിന്ദൻ പറയുവാണ്, അത് നിങ്ങളുടെ പിടിപ്പുകേടാണ്, അനിയെ നന്നായിട്ട് അങ്ങ് ഉപദേശിച്ചായിരുന്നെങ്കിൽ എല്ലാം മാറിയേനെന്ന്. ഇയാൾക്ക് 24 മണിക്കൂറും ഈ ഉപദേശത്തിൻ്റെ കാര്യം പറയാനേ നേരമുള്ളൂ. ഏതായാലും അത് കേൾക്കുന്ന നവ്യം പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അങ്ങോട്ടേക്ക് ഇനി ഒരു മൂന്നാമതൊരാളെ കൂടി ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട കാര്യമില്ല, അതൊന്നും ആ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടുകയില്ല, പ്രത്യേകിച്ച് അനിയയുടെ അമ്മയ്ക്ക് എന്നിങ്ങനെ പറയുവാണ്. അന്നേരം കനക പറയുന്നുണ്ട്, ഇവിടെയുള്ള നാട്ടുകാരും പറയുന്നുണ്ട്, മൂന്നാമത്തെ മകളെയും കൂടി അങ്ങോട്ട് പറഞ്ഞു വിട്ട് അവളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ശ്രമിക്കുന്നത്, വേറെ വിവാഹം നോക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ട, ഞങ്ങൾ അങ്ങോട്ട് നന്ദുവിനെ പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും. അന്നേരം നയനയുടെ മുഖത്ത് വലിയ തെളിച്ചമൊന്നും ഇല്ല. അത് കാണുന്ന നവ്യ ചോദിക്കുന്നുണ്ട്, നിനക്ക് അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടത്താനായിരുന്നു താല്പര്യം, പണ്ട് ആ വിവാഹം നടത്തി കൊടുക്കാത്തതിൽ നിനക്കെന്തോ കുറ്റബോധം ഉണ്ടെന്നാണല്ലോ തോന്നുന്നത് എന്നൊക്കെ പറയൂ കേട്ടോ നവ്യ. അന്നേരം നയന പറയുന്നുണ്ട്, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന്. ഏതായാലും എല്ലാവരും കൂടി ഹാളൊക്കെ വൃത്തിയാക്കി ഒരു നിശ്ചയത്തിൻ്റെ സെറ്റപ്പിലേക്ക് എത്തിക്കാൻ നോക്കുവാണ്. മോടി പിടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. ഈ സമയം നന്ദുവും അനിയും കൂടെ കാണുന്നുണ്ട്. നന്ദുവിന് ആകെ വിഷമമാട്ടോ, വിവാഹ നിശ്ചയം നടക്കൂലോ എന്നോർത്ത്. അന്നേരം അനി പറയുന്നുണ്ട്, നീ ആ കാര്യം വിട്, ഇപ്പം ഞാൻ വന്നത് കോടതിയിൽ അത്രയും നല്ല രീതിയിലല്ലേ നവീൻ വാദിച്ചത്, അവനൊരു പാർട്ടി കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു, നമുക്കതങ്ങ് കൊടുത്താലോ എന്ന് ചോദിക്കുമ്പം, അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ മനസ്സിലാകെ ടെൻഷനാണ്, ഈ വിവാഹ നിശ്ചയം ഒന്ന് എങ്ങനെയെങ്കിലും മുടക്കണം, എങ്കിലും എനിക്ക് മനസ്സമാധാനം ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അനിയുടെ കൂടെ കയറി പോവുകയാണ് നന്ദു. എന്നിട്ട് നവീന് പാർട്ടി കൊടുക്കുന്നു, കൂടെ രാകേഷുണ്ട്, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം
നന്ദു പറയുന്നുണ്ട് എന്നെ പെർഫോമൻസ് ആയിരുന്നു കോടതിയിൽ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം നിവിൻ പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ ചെയ്യാൻ സാധിച്ചത് നന്ദു എനിക്ക് ശേഖരിച്ച് തന്ന ആ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവന് ഇത്രയും പ്രഷർ ഉണ്ടായിട്ട് ഇത്രയും ബുദ്ധിമുട്ട് അവളിൽ നിന്നുണ്ടായിട്ടും നിങ്ങൾ ഈ ലാസ്റ്റ് നിമിഷമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? ഇതൊക്കെ നേരത്തെ കണ്ടുപിടിക്കുമായിരുന്നെങ്കിൽ നേരത്തെ അവളെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിടാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട് ഇതൊന്നും നമ്മൾ അങ്ങനെ അറിയുന്നില്ലല്ലോ, അവളൊരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു, പലപ്പോഴും അവൾ വയലൻ്റ് ആകാറുണ്ടായിരുന്നു, ചിലപ്പോൾ അത് ഡ്രഗ് കിട്ടാഞ്ഞിട്ടായിരിക്കൂലേ എന്ന് ചോദിക്കുമ്പോൾ നവീൻ പറയും അതിനാണ് സാധ്യത. ഏതായാലും ഇനിയിപ്പം ഡിവോഴ്സ് കേസ് മൂവ് ചെയ്താലും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും. അങ്ങനെ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞ് നീ മറ്റൊരു വിവാഹത്തിന് ആലോചിക്കുന്നുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് അന്വേഷിച്ചിട്ട് വേണം വിവാഹം കഴിക്കാൻ. ഇനി ഒരു താളപ്പഴ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അനിയും നന്ദും പരസ്പരം നോക്കി രണ്ടുകൂടി ചിരിക്കുക കേട്ടോ. അന്നേരം രാകേഷ് പറയുന്നുണ്ട് അതെ ഇവനുള്ള പെണ്ണിനെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന്. അന്നേരം അനി മിണ്ടല്ലേ എന്ന് പറഞ്ഞിങ്ങനെ കണ്ണ് കാണിക്കുക. അന്നേരം നവീൻ പറയുന്നുണ്ട് ഏത് പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും നീ ഒന്ന് അന്വേഷിച്ചതിന് ശേഷമേ അത് ആ വിവാഹത്തിലേക്ക് എത്താവുള്ളൂ എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് നന്ദുവിൻ്റെ വിവാഹ നിശ്ചയത്തിന് വിളിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം നന്ദുവിൻ്റെ മുഖം അങ്ങ് മങ്ങിപ്പോവും. അന്നേരം രാകേഷ് പറയുന്നുണ്ട് അവൾക്ക് ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല, അമ്മയുടെയും ചേച്ചിമാരുടെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിവാഹ നിശ്ചയത്തിന് സമ്മതിച്ചത് എന്ന് പറയുമ്പം നെവിൻ ചോദിക്കുന്നുണ്ട് നിന്നെപ്പോലെ ഒരു പെൺകുട്ടി ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നിനക്ക് താല്പര്യമില്ലെങ്കിൽ അതങ്ങ് തുറന്ന് പറയാൻ മേലായിരുന്നു എന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് സമ്മതിക്കേണ്ടി വന്നതാണ്, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് മുടങ്ങണേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആ പാർട്ടിയെല്ലാം കഴിഞ്ഞ് നന്ദുവിൻ്റെ സ്കൂട്ടർ ഇരിക്കുന്നിടത്തേക്ക് അനി തിരിച്ചു കൊണ്ട് വിടുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും നന്ദുവിന് ഭയങ്കര ടെൻഷനാണ്, എങ്ങനെയെങ്കിലും ഈ വിവാഹ നിശ്ചയം മുടക്കണോടാ, എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അനി പറയുവാണ് അയാൾ അവിടെ എത്തുന്നതിന് മുമ്പ് അയാളുടെ കൈയും കാലും ഞാൻ തല്ലി ഓടിച്ചാലോ എന്ന്. അന്നേരം നന്ദു പറയും നിനക്ക് അങ്ങനെ ചുമ്മാ പറഞ്ഞാൽ മതി, അയാൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു CI അത് നീ മറക്കരുത് എന്ന് പറയും. പിന്നെ എന്താടി ചെയ്യുന്നേ എന്ന് അനി ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് നീ രാകേഷിനെയും വിഘ്നേഷിനെയും കൂട്ടി അയാളുടെ വീടിൻ്റെ പരിസരത്തും ഒക്കെ ഒന്ന് അന്വേഷിക്കണം, എന്തെങ്കിലും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിലോ ഞാനും അയാളുടെ പാസ്റ്റ് ഒന്ന് ചെകഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയൂ കേട്ടോ. ഏതായാലും ഇനിയിപ്പോൾ വീട്ടിലോട്ട് ചെല്ലണം, കാരണം ഇനിയും താമസിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിമാർ ചീത്ത പറയും, അവർ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് പോവുകയാണ്. അന്നേരം അതിനിടയ്ക്ക് നന്ദു പറയുന്നുണ്ട് എടാ നീ വിവാഹ നിശ്ചയത്തിന് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വന്നോ എന്ന് ചോദിക്കുമ്പം വേണ്ട, നീ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മോതിരം നിൻ്റെ കയ്യിലിടും, അത് വലിയ പ്രശ്നമാകും എന്ന് പറയുമ്പോൾ എങ്കിൽ നിൻ്റെ അമ്മ പോയി ആത്മഹത്യയും ചെയ്യും എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അനി. ഏതായാലും ഈ സമയത്ത് വീട്ടിൽ ഭയങ്കര ചർച്ച നടക്കുക കേട്ടോ നന്ദു ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനെ പറ്റി. അന്നേരം നയന പറയുന്നുണ്ട് അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത വിവാഹമാണ്, അതുകൊണ്ടാണ് അവൾ ഇതിനോട് താല്പര്യം കാണിക്കാത്തത് എന്ന്. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരുടെ നന്നായിട്ട് അവളെ ഒന്ന് ഉപദേശിക്കുക, എന്നിട്ട് അവളുടെ മനസ്സൊന്ന് മാറ്റുന്നത്. ഇതാ ഞാൻ പറഞ്ഞേ ഒരു എപ്പിസോഡിൽ 3 പ്രാവശ്യം ഗോവിന്ദൻ ആരെയും ഉപദേശിക്കുന്ന കാര്യം പറയും. എന്നാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ നന്ദു വരും. അന്നേരം നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നീ എവിടെ കറങ്ങി നടക്കുമായിരുന്നടി എന്ന്. അന്നേരം നന്ദു പറയും ഇന്നലെ കോടതിയിൽ വിജയിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഈ നിശ്ചയം പോലും നടക്കില്ലായിരുന്നു, അനി ജയിലിലേക്ക് പോയേനെ, പല പ്രശ്നങ്ങളും ഉണ്ടായേനെ, അതെല്ലാം ഒഴിവാക്കി തന്നത് നവീനേട്ടൻ്റെ ബുദ്ധി കൊണ്ടും സാമർഥ്യം കൊണ്ടുമാണ്, അതുകൊണ്ട് നവീൻ ഒരു പാർട്ടി കൊടുക്കാൻ പോയതാണ് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയും അതേതായാലും നന്നായി എന്ന്. അന്നേരം കനക ചോദിക്കും കൂടെ അനി ഉണ്ടായിരുന്നോ അതോ നീയും നിൻ്റെ വിഘ്നേഷും വാനരന്മാരും ഉണ്ടായിരുന്നോളോ എന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട് അവളുടെ മുഖം കണ്ടാൽ അറിയാലോ അനിയും കൂടെ ഉണ്ടെന്ന്, അതുകൊണ്ടല്ലേ അവൾ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട് അനിയും ഉണ്ടായിരുന്നു, ഞാൻ എന്തിനാ അത് മറച്ചു വെക്കുന്നത്, ഒരുത്തിനെ കെട്ടാൻ പോകുന്നു എന്ന് കരുതി എൻ്റെ സ്നേഹബന്ധങ്ങൾ ഇഷ്ടങ്ങൾ ഞാൻ എന്തിനാ മാറ്റി വെക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഇപ്പോഴും നീ അങ്ങനെ തന്നെയാണോ സംസാരിക്കുന്നത്, നിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നീ ഉദ്ദേശിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോകും. അന്നേരം കനക പറയുന്നുണ്ട് വിവാഹത്തിന് ശേഷം അനിയെ കാണാൻ ഒരു അവസരം കിട്ടിയാൽ അവൾ അത് ഒഴിവാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് വലിയ പ്രശ്നമാകിയല്ലേ എന്നൊക്കെ ചോദിച്ച് വിഷമിച്ചിരിക്കുകയാണ്. പിന്നെ നയനെ ഉപദേശിച്ചേക്കാം എന്നോർത്ത് നന്ദുവിൻ്റെ റൂമിലോട്ട് ചെല്ലുന്നു. അന്നേരം നന്ദു ആകെ വിഷമത്തിൽ നിൽക്കുക. അന്നേരം പറയുന്നുണ്ട് മോളെ എന്ത് ചെയ്യാനാ, നിൻ്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നിന്നെ അനന്തപുരിയിലെ മരുമകളാക്കാൻ സാധിക്കാത്തതിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ സങ്കടമുണ്ട്, അതുപോലെ സങ്കടമുണ്ട് എനിക്കും ആദർശേട്ടനും. ഈ 24 മണിക്കൂറിലാണ് അവർക്ക് വിഷമം തുടങ്ങിയത്. എന്നിട്ട് അതിന് കൂടെ പറയുന്നുണ്ട് വേറെ ആരൊക്കെ സമ്മതിച്ചാലും അനിയുടെ അമ്മ ഈ വിവാഹത്തിന് സമ്മതിക്കത്തില്ല, അതൊരു വലിയ തടസ്സമാണ് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് ഒരിക്കലും അനിയായിട്ട് ഒന്നിക്കാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ ഈ സച്ചിയായിട്ടുള്ള വിവാഹ നിശ്ചയം നിങ്ങൾക്ക് മാറ്റി തരാമായിരുന്നു, അത് ഒഴിവാക്കി തരാമായിരുന്നു എന്നിങ്ങനെ പറയുക കേട്ടോ. അന്നേരം നയന പറയും അതിനെപ്പറ്റി സംസാരിക്കാനല്ലേ മോളെ ഞങ്ങൾ അന്ന് വന്നത്, പക്ഷേ അന്ന്
അമ്മ കാണിച്ചത് നിനക്കറിയാലോ എന്ന് പറയും. അന്നേരം അത് കേട്ടുകൊണ്ടാണ് നവ്യ അങ്ങോട്ട് വന്നെ. അപ്പോൾ നവ്യ ചോദിക്കും, നീ അന്നേരം അനിയുമായിട്ടുള്ള വിവാഹം നന്ദുവിനെ നടത്താൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നോ? അങ്ങനെ ഒരു ചിന്ത നിനക്കുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് നന്ദുവിനോടായിട്ട് പറയുന്നുണ്ട്, അതൊന്നും നടക്കുകയില്ല, അവിടെ അനിയുടെ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല, അതുപോലെ അഭിയുടെ അമ്മയ്ക്കും അത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴേക്കും അങ്ങ് കട്ട കലിപ്പി നിൽക്കുവാണ് നന്ദു. ഇനി എന്തെങ്കിലും വിളിച്ചു പറയുമോ എന്നറിയത്തില്ല. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.